സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം ട്രഷറികളിലുണ്ടായിരിക്കുന്ന സാമ്പത്തിക തകർച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് തോമസ് ഐസക് എം.എൽ.എ. നാഥനില കളരിയായി ധനവകുപ്പ് മാറിയെന്നും തോമസ് ഐസക് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബില്ല് നിഷേധിച്ചാൽ അടുത്ത ദിവസം മുതൽ ജനപ്രതിനിധികൾ ട്രഷറികൾക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തും. വെള്ളിയാഴ്ച ആലപ്പുഴ ജില്ലയുടെ ട്രഷറികൾക്ക് മുന്നിൽ LDF, UDF വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിക്കുമെന്നും തോമസ് ഐസക് എം.എൽ.എ. വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രശ്നമായിട്ട് കേരളത്തിലെ ധനകാര്യ തകർച്ച ഉയർന്നിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പറയണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. ഇത്ര ഭദ്രമായിരുന്ന സാമ്പത്തിക അവസ്ഥ എങ്ങനെ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് ഇലക്ഷൻ കാലത്ത് പോലും വഴുതി വീഴുന്നതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയിൽ നമ്മുടെ സർക്കാർ എത്തിച്ചേർന്നു എന്നുള്ളത് വിശദീകരിക്കേണ്ടതുണ്ട്. അതിൽ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ ആനുകൂല്യം നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യും, പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബില്ല് മാറുന്നില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജനപ്രതിനിധികള് ട്രഷറിയുള്ളിൽ കുത്തിയിരിക്കും. ഇതിലെ LDF, UDF വ്യത്യാസം ഉണ്ടാവില്ല. കാരണം സംസ്ഥാന മന്ത്രിമാരെയല്ല ജനങ്ങൾ പിടിച്ചു നിർത്തുന്നത്, പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പർമാരെയാണ്. അവർ ദിവസം ജനങ്ങളെ കാണേണ്ടവരാണ്. എങ്ങനെ ഒരു 2 വർഷം കൊണ്ട് നമ്മുടെ ധനകാര്യസ്ഥിതി ഈ UDF-ല് പൊളിച്ചടക്കാൻ പറ്റി? കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് കേരളത്തിന്റെ ധനസ്ഥിതി എന്തായിരുന്നോ ആ സ്ഥിതിയിലേക്ക് കേരളം തിരിച്ചു പോയിരിക്കുകയാണ്. LDF-ന്റെ ഭരണകാലത്ത് കരാറുകാരുടെ മുഴുവൻ കുടിശ്ശികയും തീർത്തു. ഈ വർഷം ധനമന്ത്രി പറയൂ എത്ര കോടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ കടമെടുക്കുന്ന 600 കോടിയും ഇനി എവിടെന്നെങ്കിലും നിങ്ങൾ കടം മേടിച്ച് ഡെപ്പോസിറ്റ് മേടിക്കുന്ന പണവും അല്ലാതെ വേറെ എന്തുണ്ട്? എന്നിട്ടും ധനപ്രതിസന്ധി ഒന്നുമില്ല എന്ന് പറയുന്ന ആളെ എന്തെന്നാ പറയണ്ടേ? ഒരു നാഥനില്ല കളരിയായിട്ട് ധനകാര്യം മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഇല്ലെന്നും ഇടതുപക്ഷത്തിന്റെ കള്ളപ്രചരണം മാത്രമാണ് അവയെന്നും പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ധനമന്ത്രി KM മാണിയെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിചാരണ ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം കേരള സർക്കാരിന് 12,000 കോടി രൂപയെ വായ്പയെടുക്കാൻ അനുവാദമുള്ളൂ എന്നിരിക്കെ ഈ വർഷം ബജറ്റിൽ വകയിരുത്തിയ എല്ലാ ചിലവുകൾക്കും മാർച്ച് മാസത്തിൽ പണം അനുവദിച്ചാൽ റവന്യൂ കമ്മി 15,263 കോടി രൂപയാകും. പോരാത്തതിന് ഇലക്ഷൻ പ്രമാണിച്ച് 600 കോടി രൂപ കൂടി അനുവദിച്ച സാഹചര്യത്തിൽ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ട്രഷറി അടച്ചുപൂട്ടുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നതും വാസ്തവമാണ്.